നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ നാളുകളായി കേരളം അതുപോലെ തന്നെ തമിഴ്നാട്, കർണാടക ഒക്കെ ഉണ്ടാക്കുന്ന ഒരു നറേറ്റീവ് ഉണ്ട്. അത് കേന്ദ്രത്തിന്റെ ധനസഹായമൊന്നും ലഭ്യമാകുന്നില്ല എന്നാണ്. അതായത് ആദ്യം അത് ആരോപിച്ചു തുടങ്ങിയതും അത്തരത്തിലുള്ള വാദങ്ങൾ പുറത്തുവിട്ടു തുടങ്ങിയതും കേരളമാണ്. എന്നാൽ കേരളത്തിന് ലഭിച്ചത് 5 ഇരട്ടി കേന്ദ്ര സഹായമാണെന്ന് വളരെ കൃത്യമായി തന്നെ പാർലമെന്റിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ. UPA-NDA കാലത്തെ കണക്കുകൾ നിരത്തി കൃത്യമായ കണക്കുകളുമായി നിർമ്മല സീതാരാമൻ ഇന്നലെ പാർലമെന്റിലെത്തി. 10 വർഷത്തെ UPA ഭരണകാലത്ത് കേരളത്തിന് ലഭിച്ച കേന്ദ്ര സഹായവും നരേന്ദ്രമോദി സർക്കാർ നൽകിയ കേന്ദ്ര സഹായവും കണക്കുകൾ നിരത്തി വിശദീകരിക്കുകയായിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതമായി 2004-2014 കാലത്ത് കേരളത്തിന് 46,303 കോടി രൂപ ലഭിച്ചപ്പോൾ 2014-2024 കാലത്ത് അത് 1,50,140 കോടിയായി ഉയർത്തിയെന്ന് ധനമന്ത്രി രാജ്യസഭയെ അറിയിച്ചു. 224% വർധനമാണ് മോദി സർക്കാർ നികുതി ഇനത്തിൽ കേരളത്തിന് നൽകിയത്. കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രാന്റുകളും മറ്റു ധനസഹായങ്ങളും UPA കാലത്ത് 25,629.7 കോടി രൂപയാണ്. എന്നാൽ 2014 മുതൽ 2023 ഡിസംബർ വരെ കേരളത്തിന് മോദി സർക്കാർ നൽകിയത് 1,43,117 കോടി രൂപയാണ്. അതായത് UPA സർക്കാർ നൽകിയതിനേക്കാൾ 458% അധിക തുക മോദി സർക്കാർ കേരളത്തിന് അനുവദിച്ചു. മൂലധന ചെലവുകൾക്കായി 50 വർഷത്തെ പലിശരഹിത വായ്പയായി പ്രത്യേക ഫണ്ട് 2020-21 82 കോടി രൂപ കേരളത്തിന് നൽകി. 2021-22 അത് 229 കോടി രൂപയാക്കി ഉയർത്തി. 2022-23 1903 കോടി രൂപയാണ് ഈ ഇനത്തിൽ കേരളത്തിന് നൽകിയത്. ധനകമ്മീഷൻ ശുപാർശ ചെയ്യാത്ത തുകയായിരുന്നു ഇത്. കോവിഡ് പ്രതിസന്ധി മറികടക്കാനും സംസ്ഥാനങ്ങളുടെ വികസനത്തിനുമായി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ ധനസഹായം. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് നൽകുകയും ചെയ്തു. കോവിഡ് കാലത്ത് അധിക കടമെടുക്കാനായി 18,087 കോടി രൂപയ്ക്കും കേരളത്തിന് അനുമതി നൽകിയതായി കേന്ദ്ര ധനമന്ത്രി അറിയിച്ചു. കേന്ദ്ര ധനകമ്മീഷൻ ശുപാർശകൾ യാതൊരു പക്ഷപാതവും കൂടാതെയാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയതെന്നും എല്ലാ സർക്കാരുകളും കമ്മീഷൻ ശുപാർശ അനുസരിച്ചുള്ള തുക കൃത്യമായി നൽകിയതായും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ഏതായാലും നിർമ്മല സീതാരാമൻ കൃത്യമായ കണക്കുകൾ പാർലമെന്റിലും അതുപോലെ തന്നെ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലും സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുമ്പിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി ഇതുവരെ ഒരു തുകയും കൊടുക്കാനില്ല എന്ന് കൃത്യമായി പറയുമ്പോഴും തുക കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് പിണറായി വിജയനും കൂട്ടരും ഇത്തരത്തിൽ പ്രചരണം നടത്തുകയാണ്. ഇന്നലെ അതിന്റെ ഒരു പരിസമാപ്തിയായിരുന്നു കണ്ടതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഡൽഹിയിൽ പോയി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ അവിടേക്ക് എത്തുകയും ചെയ്തു. അരവിന്ദ് കെജ്രിവാളും ഇപ്പോൾ പിണറായി വിജയന്റെ അതേ അവസ്ഥയിലാണ്. ഏത് സമയത്തും പിണറായി വിജയനും മകളും ജയിലിൽ പോകാമെന്ന അവസ്ഥ പോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനും ജയിലിൽ പോകാം. അപ്പോൾ പിന്നെ രാഷ്ട്രീയം പറഞ്ഞ് പ്രതിരോധിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കള്ളന്മാരെല്ലാം ഒരുമിച്ച് കൂടുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇന്നലെ നമ്മൾ ജന്തർ മന്ദറിൽ കണ്ടതും. ഏതായാലും ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ മുമ്പോട്ട് പോകില്ലെന്ന് വ്യക്തമാവുകയാണ്. അതുകൊണ്ടാണ് ഇനി ബി പ്ലാനുമായി ഇപ്പോൾ ധനമന്ത്രി രംഗത്ത് വന്നത്. 5 പൈസ ഇനി കിട്ടില്ല, കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനില്ല, അത് ഇനി കിട്ടുകയുമില്ല എന്ന്, എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും കിട്ടുകയില്ല എന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കേന്ദ്ര സർക്കാർ നൽകിയതോടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പുതിയ ആരോപണങ്ങളും പുതിയ രീതികളും ഒക്കെയായി പിണറായി വിജയന് പ്രത്യേകിച്ച് മകളെ രക്ഷിക്കുക കൂടി വേണം, തന്നെ അത്തരത്തിൽ കുരുക്കുകയാണെന്ന ഒരു നറേറ്റീവ് ഉണ്ടാക്കാനുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ പിണറായി വിജയൻ നടത്തുന്നതെന്ന് വ്യക്തമാവുകയാണ്.